ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട ഇടങ്ങളിലൊന്നാണ് വെള്ളച്ചാട്ടങ്ങളുടെയും നിഗൂഢ ഗുഹകളുടെയും ശൃംഖല നിറഞ്ഞ തൊമ്മൻകുത്ത്. ഇവിടെ എത്തുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും ട്രക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തുന്ന വനംവകുപ്പിന്റെ ഇക്കോ ടൂറിസം സെന്ററിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാണ്. നിറഞ്ഞൊഴുകുന്ന പുഴ, വെള്ളച്ചാട്ടങ്ങൾ, പടുകൂറ്റൻ മരങ്ങൾ, പാറക്കെട്ടുകൾ, ഗുഹകൾ, മനമയക്കും കാഴ്ചകളുടെ കലവറയാണ് തൊമ്മൻകുത്ത്. കുത്തിയൊലിച്ചെത്തുന്ന നീരൊഴുക്കിന്റെ ഭംഗിയും രൗദ്രഭാവവും ഒരുപോലെ തൊട്ടടുത്ത് കാണാൻ കഴിയും. പുഴയോരത്തെ മരങ്ങളും ചെടികളും നിറഞ്ഞ പച്ചപ്പിന് നടുവിലെ പ്രത്യേക വാഗ്വേയിലൂടെയുള്ള നടത്തം മറ്റൊരു ലോകത്തേക്കാണ് എത്തിക്കുക. കാഴ്ചകളാൽ സമ്പന്നമായ ഇവിടം സഞ്ചാരികളുടെ ഇഷ്ട ഇടമാണ്. പ്രകൃതി രമണീയമായ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് തൊമ്മൻകുത്ത്. ഇടുക്കി ജില്ലയിൽ ഞങ്ങൾ വരുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ സമയം കിട്ടുമ്പോൾ ഒഴിവ് സമയങ്ങളിൽ ഞങ്ങൾ സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്, സമയം ചെലവഴിക്കാൻ വരാറുണ്ട്. നല്ല രസം, പ്രകൃതി ഭംഗി രമണീയമായ കാഴ്ചകളാണ്. ഫോറസ്റ്റും അതുപോലെ തന്നെ കുത്തി ഒഴുകുന്ന മലവെള്ളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല മനോഹരത നേരുന്ന, മനസ്സിന് കുളിർമയേകുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇനിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള ഒരു പ്രചോദനമാണ് ഈ വെള്ളച്ചാട്ടവും. വനം വകുപ്പിന്റെ എക്കോ ടൂറിസം സെന്ററിന് കീഴിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. വനവിഭവങ്ങൾ അടക്കമുള്ള ലഘുഭക്ഷണശാല, സുരക്ഷയ്ക്കായി ഗൈഡുകൾ, ശുചിമുറി സേവനങ്ങൾ എന്നിവയും ലഭ്യമാണ്. വന്യമൃഗങ്ങളെയും അപൂർവ ജീവികളെയും അടക്കം കാണാവുന്ന ട്രക്കിങ്ങിനും അവസരമുണ്ട്. ഇവിടെ മെയിനായിട്ട് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം, ഇവിടെ അടുത്ത് ഇത് തന്നെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. മുകളിൽ എഴുന്നലക്കുത്ത് വെള്ളച്ചാട്ടമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആയിട്ടുള്ളത്. സാധാരണ ഇതിൽ മുകളിലേക്ക് പിന്നെ പോകാൻ ഒരു 5 കിലോമീറ്റർ പോകാനുള്ള സൗകര്യമുണ്ട്. അതിന് പ്രത്യേകം മുൻകൂർ പാസ് എടുക്കണം. പാസ് എടുക്കാനെന്ന് പറഞ്ഞാൽ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് 1500 രൂപ. ഇപ്പോൾ 9 പേരെ വരെ മാക്സിമം വരാം. ഒരു ഗൈഡ് കൂടെ വരും സഹായിക്കാനായിട്ട്, മറ്റു കാഴ്ചകൾ കാണിച്ചു തരാനായിട്ട്. മുകളിലേക്ക് 7 ഓളം വെള്ളച്ചാട്ടങ്ങൾ വേറെയുണ്ട്. പളുങ്കൻ, ചെകുത്താൻകുത്ത്, നാക്കയംകുത്ത്, അങ്ങനെ തുടങ്ങി വേറെ വെള്ളച്ചാട്ടങ്ങളുണ്ട് കാണാനായിട്ട്. ട്രക്കിംഗ് ആണ്. കാട്ടിലേക്ക് പോകാനുള്ള അനുവാദമില്ല. ട്രക്ക് പാത്ത് ഉണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. 5 കിലോമീറ്റർ നാക്കയം വരെ പോകാൻ കഴിയും. മഴയുടെ ശക്തി കുറഞ്ഞതോടെ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു. ഇത്തരത്തിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട ഇടങ്ങളിലൊന്നാണ് വെള്ളച്ചാട്ടങ്ങളും വനവും നിറഞ്ഞ തൊമ്മൻകുത്ത്. ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യമൊക്കെ ഒരുക്കി ഇക്കോ ടൂറിസം പോയിന്റും വനം വകുപ്പും സദാ സന്നദ്ധരാണ്. ക്യാമറമാൻ റൈസൻ DS-നൊപ്പം രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.